പല ബസ്സുകൾക്ക് 2-3 ട്രിപ്പുകൾ കട്ടാണ്. ഈ മുറിച്ച് കടക്കൽ ഒഴിവാക്കണമെന്ന് അവിടുത്തെ തൊഴിലാളികളോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരക്കിറക്കാണ്ടല്ലാത്ത ഒരു കച്ചവടക്കാരൻ്റെ വണ്ടി ഇപ്പോൾ മുമ്പിൽ വെക്കുന്നില്ല. 10ഓളം ആവശ്യങ്ങൾ അവർ പറഞ്ഞെങ്കിലും അത് 7ഓളം പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പരിഹരിച്ചു കഴിഞ്ഞു. വടകരയെ ശ്വാസം മുട്ടിച്ച ഗതാഗതക്കുരുക്ക്, ബസ് സർവീസുകൾ പ്രതിസന്ധിയിൽ, സമരത്തിലേക്ക് ബസ് ഉടമകൾ, ആളുകൾ നഗരത്തിലേക്ക് എത്താൻ മടിക്കുന്നു. വടകര ടൗണിൽ ദിനംപ്രതി രൂക്ഷമാകുന്ന ഗതാഗതക്കുരുക്ക് കാരണം കെട്ടുപൊട്ടുകയാണ് നഗരത്തിലെ സ്വകാര്യ ബസ് സർവീസുകൾ. സമയത്തിന് സർവീസ് പൂർത്തിയാക്കാൻ കഴിയാത്ത ഭൂരിഭാഗം ട്രിപ്പുകളും പകുതിക്ക് വെച്ച് കട്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലാണ് ബസ് ജീവനക്കാരും ഉടമകളും. ജനപ്രതിനിധികളും നഗരസഭയും വിഷയത്തിൽ ശാശ്വത പരിഹാരം കാണാത്ത പക്ഷം ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ തീരുമാനം. ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു ട്രിപ്പ് കട്ടായാൽ ഞങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം വലുതാണ്. മുനിസിപ്പാലിറ്റിക്ക് പലതവണ പരാതി നൽകിയിട്ടും നടപടിയായില്ല. ഇനിയും ഇത് തുടർന്നാൽ സർവീസ് നിർത്തിവെച്ച് സമരത്തിലേക്ക് പോവുകയല്ലാതെ ഞങ്ങൾക്ക് മറ്റ് വഴിയില്ല, അസോസിയേഷൻ വ്യക്തമാക്കുന്നു. വടകര ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ 22-ാം തീയതി തുടങ്ങാൻ ഉദ്ദേശിച്ച ബസ് സമരം, വടകര നഗരത്തിലെ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട സമരം, ബഹുമാനപ്പെട്ട വടകര ചെയർമാൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ട് ആണ് ഞങ്ങൾ മാറ്റിവെച്ചത്. ഞങ്ങൾ ഉന്നയിച്ച പ്രധാന ആവശ്യം ഒന്ന് മാർക്കറ്റ് റോഡിലെ ഗതാഗതക്കുരുക്കാണ്. മാർക്കറ്റ് റോഡിലെ ഗതാഗതക്കുരുക്കൊണ്ടാണ് പല ബസ്സുകൾക്കും ട്രിപ്പ് കിട്ടാറുള്ളത്. അതിന് ഉപരിയായി വൈകുന്നേരം KSRTC ബസ്സുകൾ, യാർഡിലേക്ക് കൊണ്ടാക്കുന്ന ബസ്സുകൾ വൺ വേ തെറ്റിച്ചിട്ട് 5 വിളക്കിനകലിൽ തിരിഞ്ഞ് കുളത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അത് ഞങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ട് അത് ഒരുപാടിൻ്റെ അളവ് ചുറ്റി വരണം. പക്ഷെ അതിന് ഇതുവരെ ഒരു പരിഹാരവും കിട്ടില്ല. പിന്നെ ഈ സർവീസ് റോഡിലെ പണി കാരണം, കരിമ്പനപ്പാലത്തെ ബ്ലോക്ക് കാരണം പഴയ സ്റ്റാൻഡിലെത്താൻ ഏകദേശം മണിക്കൂറുകളോളം സമയം എടുക്കുന്നത്. അപ്പോൾ പല ബസ്സുകൾക്കും ട്രിപ്പ് കിട്ടാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ മുനിസിപ്പൽ ചെയർമാനോട് ആവശ്യപ്പെട്ടത് ഈ മഴക്കാലം കഴിയുന്നതുവരെ ഇതൊന്ന് മാറ്റി വെച്ചിട്ട് പഴയ സംവിധാനത്തെ തുടരാൻ. ഞങ്ങൾക്ക് പഴയ സ്റ്റാൻഡിലേക്ക് ബസ് സർവീസ് നടത്തുന്നത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, ഞങ്ങൾക്കൊരു പരിഭവമില്ല. ഞങ്ങൾക്ക് പഴയ സ്റ്റാൻഡിൽ തന്നെ സർവീസ് നടത്തണം തന്നെയാണ് ആഗ്രഹം. പക്ഷേ നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കാരണം കൊയിലാണ്ടിയിൽ നിന്നും പേരാമ്പ്രയിൽ നിന്നും വരുന്ന ബസ്സുകൾക്ക്, പല ബസ്സുകൾക്ക് 2-3 ട്രിപ്പുകൾ കട്ടാണ്. പല ബസ്സുകളും പയ്യോളിയിൽ നിന്ന് തിരിച്ചു പോകുന്നത്, വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. ഇപ്പോഴത്തെ ഇന്ദിരാ ഗ്യാരണ്ടി ഈ പ്രഖ്യാപനത്തോടു കൂടി KSRTCയിൽ സ്ത്രീകളും കൂടി യാത്രക്കാൾ വളരെ കുറവാണ്. അതിനുപരി ഈ വടകര ടൗണിലെ ഗതാഗതക്കുരുക്ക് കാരണം വടകര ബസ് പഴയ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ഏകദേശം ദിവസം 2-3 മണിക്കൂർ വടകര പട്ടണത്തിൽ കുടുങ്ങിയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത് ജീവനക്കാർക്ക് പ്രാഥമിക കർമ്മം കൃത്യമായി നിർവഹിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഈ നിരന്തരം മുനിസിപ്പാലിറ്റി, ഞങ്ങൾ ഏകദേശം ഒരു 10ഓളം നിർദ്ദേശങ്ങൾ മുനിസിപ്പാലിറ്റി മുന്നായി വെച്ചിരുന്നു. അതിൽ മുനിസിപ്പാലിറ്റി ആകെ ചെയ്തു തന്നത് വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നുള്ള സർവീസ് റോഡ് മാറ്റി നാഷണൽ ഹൈവേ വഴി ആക്കിയിട്ടുണ്ട്. പക്ഷേ നാഷണൽ ഹൈവേയിൽ കരിമ്പനപ്പാലം മുതൽ തെരുവത്തൂർ, അടക്കാ തെരുവത്തൂരുള്ള ജംഗ്ഷനിൽ ഈ സർവീസ് റോഡിൻ്റെ പണി കഴിയാത്തത് കാരണം എപ്പോഴും ഒരു മഴ പെയ്താൽ ഒരു 2-3 മണിക്കൂർ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വടകര പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ഞങ്ങൾ ജൂലൈ 1 മുതൽ സമരം നടത്തുമെന്ന് വീണ്ടും ചെയർമാനോട് ആവശ്യപ്പെട്ടു. പക്ഷേ ചെയർമാൻ ഞങ്ങൾക്കൊരു ഉറപ്പ് തന്നെ നിങ്ങളുടെ ഈ വിഷമത്തിൻ്റെ കൂടെ നഗരസഭയും ഉണ്ട് എന്ന് മുനിസിപ്പൽ ചെയർമാൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ചാണ് ഞങ്ങൾ സമരം മാറ്റിയത്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത് മാർക്കറ്റ് റോഡിലേക്ക് ഗതാഗതക്കുരുക്ക് പരിഹരിച്ചു വരിക. ഒന്ന്, ചുമട്ട് ഇറക്കുമ്പോഴുള്ള ഗതാഗത തടസ്സം. രണ്ടാമത് 10-16 വീലുള്ള ടയറുള്ള ലോറികൾ 5 വിളക്ക് ജംഗ്ഷനിൽ നമ്മളെ ടെലിഫോൺ എക്സ്ചേഞ്ച് റോഡിൽ നിന്നാണ് തിരിക്കുന്നത്. അത് ഒരു വണ്ടി തിരിക്കുമ്പോൾ തിരിഞ്ഞൊരു 1/4 മണിക്കൂറൊന്നും സമയം എടുക്കില്ല. അപ്പോഴത്തേക്ക് ബ്ലോക്ക് ഏകദേശം പുതിയ സ്റ്റാൻഡ് വരെ എത്തും. അതൊന്ന് പരിഹരിക്കണം. അതുപോലെ തന്നെ ടൗണിലെ ചുമട്ടിറക്കുന്നതിന് കഴിയുന്നൊരു നന്ന രാവിലെ, കോഴിക്കോട് ടൗണിൽ നന്ന രാവിലെ ഇറക്കില്ല. ആ നന്ന രാവിലെയും ഒരു 6 മണിക്ക് ശേഷം ഇറക്കിക്കഴിഞ്ഞാൽ ഒരു വിധം പരിഹരിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ 1-2 നിർദ്ദേശങ്ങൾ കിട്ടുന്ന റെയിൽവേ സ്റ്റേഷൻ റോഡ്, ഒന്ന് പിന്നെ ലിങ്ക് റോഡിന് നേരെ ഓപ്പോസിറ്റുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇതൊക്കെ നന്നാക്കണമെന്ന് വെച്ചാൽ ഇതെല്ലാം പറയാമെന്നുള്ള ഇതുവരെ നന്നാക്കി കഴിഞ്ഞില്ല. ആകെ ചെയ്തു തന്നത് വടകര പുതിയ സ്റ്റാൻഡിലുള്ള സർവീസ് റോഡ് മാറ്റി മാത്രമേ ചെയ്തിട്ടുള്ളൂ. മറ്റ് വടകര ടൗണുമായിട്ട് ബന്ധപ്പെട്ട കുറേ പോക്കറ്റ് റോഡുകളും നന്നാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നന്നാക്കുന്ന പക്ഷം ഓട്ടോറിക്ഷകൾ കുറേ അത് ആ വഴി സർവീസ് നടത്താം. അങ്ങനെ തന്നെ കുറേ ടൗണിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ കഴിയും.
ഞങ്ങൾക്ക് അതുപോലെ തന്നെ ജെ ടി റോഡിൽ നിന്ന് വണ്ടികൾ വരുമ്പോൾ ഉള്ള ഗതാഗതക്കുരുക്ക്, പിന്നെ പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആൾക്കാർ ക്രോസ് ചെയ്യുമ്പോൾ ഞങ്ങളാളെ ഒരു പ്രധാന ആവശ്യം വെച്ചാൽ ആളെ ഫുട് ഓവർ ബ്രിഡ്ജ് സ്ഥാപിക്കണം. അത് ഇതുവരെ മുനിസിപ്പാലിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നീക്കവും നടത്തിയിട്ടില്ല. ഒരാൾ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി 2 മിനിറ്റ് നിൽക്കാകുമ്പോൾ ബസ് മുകളിലാണ്, അല്ലെങ്കിൽ അവിടെ ഒന്നോ രണ്ടോ പോലീസുകാരിട്ടിട്ട് ഒരു നിശ്ചിത ആൾക്കാരെ വിട്ടതിന് ശേഷം കുറച്ച് വാഹനങ്ങൾ വിടുക. ഇത് ആൾക്കാർ തോന്നിയ പോലെ ക്രോസ് ചെയ്യുന്ന വണ്ടി അങ്ങനെ ഒന്ന്. പിന്നെ രണ്ടാമത് പഴയ സ്റ്റാൻഡിൽ ഈ ലിങ്ക് റോഡിൽ നിന്ന് പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റിയ ബസ്സുകൾ ഉൾപ്പെടെ മുഴുവൻ ബസ്സുകൾ പഴയ സ്റ്റാൻഡിൽ ഉൾക്കൊള്ളാത്തൊരു വിഷയവും. അപ്പോൾ അതിനും ഒരു പരിഹാരം കാണണം. അവിടെ ഇപ്പോൾ അരമണിക്കൂറൊക്കെ ഉള്ള ബസ്സുകൾ പുറത്ത് പോകുന്നില്ല എന്നുള്ളതാണ് മുനിസിപ്പൽ ചെയർമാൻ ഞങ്ങളോട് പറഞ്ഞത്. അരമണിക്കൂറുള്ള ബസ് പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് റോഡ് ചുറ്റി വരുമ്പോഴേക്ക് പിന്നെ ട്രിപ്പ് കെട്ടാൻ വിഷയം. പിന്നെ ജീവനക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടാവില്ല. ആകെ ആഴ്ചക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ റെസ്റ്റുള്ള സമയത്താണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. അതെല്ലാം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ വെച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുകയും എത്രയും പെട്ടെന്ന് വേണ്ട നടപടിയായിട്ടുള്ള മുനിസിപ്പൽ ചെയർമാൻ്റെ ഞങ്ങളോടുള്ള നല്ല സമീപനത്തിന് ഭാഗമാണ് ഞങ്ങൾ താൽക്കാലികമായി ഈ സമയം നിർവഹിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് വടകര ടൗണിലെ ഗതാഗതത്തിൽ പരിഹരിക്കുകയും ഞങ്ങളുടെ വടകരയായിട്ട് ബന്ധപ്പെട്ട് സർവീസ് നടത്തുന്ന ബസ് ഉടമകളുടെ തൊഴിലാളികളെ ബുദ്ധിമുട്ട് പരിഹരിക്കുകയാണ്. വളരെയേറെ നഷ്ടം സഹിക്കുന്ന ഈ ഹൈവേയുടെ പണി തുടങ്ങി ഏകദേശം 3-4 വർഷമായി വടകരയുടെ ബസ്സുകൾ നഷ്ടം സഹിച്ചാണ് സർവീസ് നടത്തുന്നത്. ഇവിടുത്തേക്ക് പൊതുജനങ്ങളുടെ യാത്രാ ബുദ്ധിമുട്ടുണ്ടായത്, വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ടുണ്ടായത്. ഞങ്ങളിത് അടുത്ത് ശരിയാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് ആവശ്യപ്പെടാറ് ഈ വരുന്ന 1-ാം തീയതിക്കുള്ളിൽ തന്നെ കഴിയുന്നത് ഞങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒരു 90% നിറവേറ്റി തരണമെന്നാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാനോട് വടകര ട്രാഫിക് അതോറിറ്റിയോടും ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയോടും പറയാനാണ് ആവശ്യപ്പെടുന്നത്. വടകരയിലെ ഗതാഗതക്കുരുക്കിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്ന് മാർക്കറ്റ് റോഡാണ്. രാവിലെയും വൈകുന്നേരവും ഏറ്റവും തിരക്കേറിയ സമയത്തും ഇവിടെ കടകളിലേക്കുള്ള സാധനങ്ങൾ ഇറക്കുന്നുണ്ട്. വലിയ ലോറികൾ നിർത്തിക്കഴിഞ്ഞാൽ ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഇതിലെ പോകാൻ പ്രയാസമാണ്. ഇവിടെ ഉണ്ടാകുന്ന കുരുക്ക് ഏറെ ദൂരം നീളുന്നു. ലോറിയിൽ നിന്നും സാധനം ഇറക്കുന്ന ചുമട്ടുതൊഴിലാളികൾ റോഡിനു കുറുകെ തലച്ചുമടുകളുമായി പോകുമ്പോൾ വാഹനങ്ങൾ മിനിറ്റുകളോളമാണ് ഇവിടെ കിടക്കുന്നത്. മാർക്കറ്റ് റോഡിലെ കയറ്റിറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തലയിൽ ചാക്ക് കയറ്റി കടയിലേക്ക് പോകുമ്പോൾ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന ബ്ലോക്ക് അത് പരിപൂർണമായും ബസ് പോകുന്ന സമയത്ത് ഈ മുറിച്ച് കടക്കൽ ഒഴിവാക്കണമെന്ന് അവിടുത്തെ തൊഴിലാളികളോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുവരെ സഹകരിക്കാമെന്ന് തൊഴിലാളി സംഘടനകളും നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇനി വരുന്ന ദിവസങ്ങളിൽ അത് നിലവിലെ വില ശ്രദ്ധപ്പെടുത്തിയിട്ടും അത് വീണ്ടും ബ്ലോക്ക് വരികയാണെങ്കിൽ നമുക്ക് അവരെയും കൂടി ഒന്ന് ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് ഈ സമയം സൂചിപ്പിക്കുക. മാർക്കറ്റ് റോഡിലെ കുരുക്കിന് ആക്കം കൂട്ടുന്നത് പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലെ ട്രാഫിക് നിയന്ത്രണമില്ലായ്മയാണ്. ഇവിടെയുള്ള സീബ്ര ലൈൻ വഴി ആളുകൾ യാതൊരു നിയന്ത്രണവുമില്ലാതെയാണ് റോഡ് മുറിച്ചു കടക്കുന്നത്. നിയന്ത്രിക്കാൻ പോലീസുകാരോ സിഗ്നൽ ലൈറ്റ് സംവിധാനമോ എല്ലാ സമയവും ഇല്ലാത്തതാണ് വിനയാകുന്നത്. 1-2 പേർ വരുമ്പോൾ പോലും വലിയ വാഹനങ്ങൾക്ക് ബ്രേക്ക് ചവിട്ടേണ്ടി വരുന്നു. പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ തുടങ്ങുന്ന ഈ കുരുക്ക് നേരെ പെരുവാട്ടുംതാഴെ വരെ നീളുകയും ടൗൺ പൂർണ്ണമായി നിശ്ചലമാവുകയുമാണ് ചെയ്യുന്നത്. വിഷയത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. വടകരയിലെ ട്രാഫിക് ബ്ലോക്ക് കച്ചവടക്കാരെയും ബാധിക്കുന്നുണ്ട്. കാരണം ബ്ലോക്ക് പേടിച്ച ആളുകൾ ടൗണിലേക്ക് വരാതായി. മാർക്കറ്റ് റോഡിലെ ലോഡിംഗ് സമയം മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതേപോലെ തന്നെ പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ഒരു ഹോം ഗാർഡിനെയോ പോലീസിനെയോ നിർത്തി ആളുകളെ ബാച്ചുകളായി ക്രോസ് ചെയ്യിച്ചാൽ ഈ പ്രശ്നം ഒരു പരിധിവരെ തീരും. നഗരസഭ എല്ലാവരുടെയും യോഗം വിളിക്കണം, അസോസിയേഷൻ വ്യക്തമാക്കുന്നു. തീർച്ചയായും ഞങ്ങളിപ്പം വളരെ രാവിലെ മുതൽ ശ്രദ്ധിക്കുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഞങ്ങളതായിട്ടുള്ള ഒരു വണ്ടി ചരക്കിറക്കാണ്ടല്ലാത്ത ഒരു കച്ചവടക്കാരൻ്റെ വണ്ടി ഇപ്പം മുമ്പിൽ വെക്കുന്നില്ല. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരൻ മുമ്പ് വണ്ടി വെക്കലുണ്ട്. അവരോട് ഞങ്ങൾ വേണ്ടുന്നില്ല എടുത്തു മാറ്റിയിട്ടുണ്ട്. ചില ആളുകൾ വെക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഇങ്ങോട്ടേക്ക് ഇതാ ചെയ്യുന്നത്. അങ്ങനെയുള്ള ആളുകളെ ചാർജ് ചെയ്യട്ടെ എന്ന്. പിന്നെ ലിങ്ക് റോഡ് നല്ല സൗകര്യം ചെയ്തിരിക്കുക. വലതേ ഭാഗം പോലീസുമായിട്ട് തീരുമാനിച്ചിട്ട് വലതു ഭാഗം സുഖമായിട്ട് പാർക്ക് ചെയ്യാമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം പിന്നെ ഒരു ഓപ്ഷൻ ഉള്ളത് ചന്തപ്പറമ്പിൽ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കട്ടെ. ആള് വരണ്ടേ, കച്ചവടം ഉണ്ടാകാൻ ആള് വരണമെങ്കിൽ വാഹനമില്ലാത്ത ആളുകളില്ല. അപ്പോൾ അവർക്കൊരു സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതിൽ വലതു ഭാഗം നോക്കിയാൽ ഒരു ബ്ലോക്കും ഇല്ല. പീപ്രാലിൻ്റെ അപ്പുറം നോക്കി ഒരു ബ്ലോക്കും ഇല്ലല്ലോ. ഇപ്പുറം മാത്രമേ ഉള്ളൂ. ഈ പോക്ക് വരവിൻ്റെ ഈ പ്രശ്നം മാത്രമാണ്. 2 പോലീസുകാരുണ്ടായാൽ വടകരയുള്ള എല്ലാ പ്രശ്നവും കഴിയുന്നുള്ള അഭിപ്രായക്കാരാണ്. ബസ് ഉടമകൾ സമര പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുമ്പോൾ വിഷയം ഗൗരവമായി കാണുന്നുണ്ടെന്ന് നഗരസഭ അധികൃതർ പറയുന്നു.
ഇവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും നടപ്പാക്കിയിട്ടുമുണ്ട്. എങ്കിലും രൂക്ഷമാകുന്ന കുരുക്ക് പരിഹരിക്കാൻ ഇനിയും ആവശ്യമുള്ളത് ചെയ്യാം. ബസ് ഉടമകളുടെ പ്രയാസം നഗരസഭയ്ക്ക് മനസ്സിലാകും. മാർക്കറ്റ് റോഡിലെ ലോഡിംഗ് സമയ ക്രമീകരണവും പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിലെ സിഗ്നൽ പോലീസ് നിയന്ത്രണവും അടിയന്തരമായി നടപ്പിലാക്കേണ്ട കാര്യങ്ങളാണ്. വടകരയെ കുരുക്കില്ലാത്ത നഗരമാക്കാൻ ആവശ്യമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നതാണ്. ഇതിന് എല്ലാവരും ഒന്നിച്ച് നിൽക്കണം, നഗരസഭ അധികൃതർ പറയുന്നു. വടകര ലിങ്ക് റോഡിലെ ബസ് മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില അസ്വാരസ്യങ്ങളൊക്കെ തന്നെ ബസ് ഉടമകൾ പ്രകടിപ്പിക്കുന്നു. അപ്പം ബസ് ഉടമകളും അതുപോലെ തന്നെ വ്യാപാരികളും അതുപോലെ തന്നെ ഒന്നടങ്കം അവർ നഗരസഭയെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം ലിങ്ക് റോഡിലെ ബസ് പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. ബസ്സുകാർ തന്നിട്ടുള്ള കത്തിൻ്റെ അകത്ത് പറയുന്നത് കഴിഞ്ഞ 4 വർഷക്കാലത്തോളമായി ബസ് വ്യവസായം പൂർണ്ണമായും തകർച്ചയിലേക്ക് പോവുകയാണ്, വടകരയിലെ ഗതാഗതക്കുരുക്കാണ് ഇതിന് കാരണമെന്നുള്ളതാണ് ബസ് ഉടമകൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ് ട്രാഫിക് അതോറിറ്റിയും അതുപോലെ തന്നെ ബസ് അസോസിയേഷൻ ആളുകളും ഉൾപ്പെടെ ഇരുന്ന് ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ലിങ്ക് റോഡിൽ നിലവിൽ സർവീസ് നടത്തുന്ന കൊയിലാണ്ടി പേരാമ്പ്ര ബസ്സുകൾ പഴയ ബസ് സ്റ്റാൻഡിലേക്ക് മാറ്റിയത്. അത് മാറ്റിയതിന് ശേഷമാണ് ഇതിൻ്റെ കുരുക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ അവർ ശ്രദ്ധപ്പെടുത്തുകയും അതിനകത്ത് അവർ പ്രധാനമായും പറഞ്ഞിട്ടുള്ളത് കോട്ടക്കടവ് റെയിൽവേ ഗേറ്റ് അടക്കുന്ന സമയത്ത് അവിടെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് എത്തിപ്പെടുവാൻ സമയമെടുക്കുന്നുള്ളതാണ്. മറ്റൊന്ന് പറഞ്ഞിട്ടുള്ളത് പുതിയ ബസ് സ്റ്റാൻഡിലൂടെ ബസ് സർവീസ് നടത്തുമ്പോൾ അവിടെ ബ്ലോക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. മൂന്നാമത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് റോഡിലെ ഗതാഗത കുരുക്ക്, ഇങ്ങനെ കണ്ട 3 പ്രധാനപ്പെട്ട വിഷയങ്ങൾ, 10ഓളം ആവശ്യങ്ങൾ അവർ പറഞ്ഞെങ്കിലും അത് 7ഓളം പ്രശ്നങ്ങൾ നേരത്തെ തന്നെ പരിഹരിച്ചു കഴിഞ്ഞു. അതിനകത്ത് കോട്ടക്കടവ് വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തി അവർ നിശ്ചിത സമയത്ത് തന്നെ കോട്ടക്കടവ് റെയിൽവേ ഗേറ്റ് സർവീസ് റോഡിൽ നിന്ന് ഹൈവേയിലേക്ക് വാഹനങ്ങൾ മാറ്റുന്ന സമയം ഉണ്ടാക്കി. അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡിലെ ബസ് പോകുന്ന സംവിധാനം ഹൈവേയിലേക്ക് മാറ്റുന്ന സമയം ഉണ്ടാക്കി. അതേപോലെ തന്നെ മാർക്കറ്റ് റോഡിൽ ഉടമകളുടെ വാഹനങ്ങൾ പൂർണ്ണമായും മാറ്റുന്ന രീതിയിലേക്ക് നിലപാട് സ്വീകരിച്ചു. എന്നാലും ചില പ്രയാസങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ ഇപ്പോൾ പഴയ ബസ് സ്റ്റാൻഡ് സീബ്ര ലൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്ത് ഈ പഴയ ബസ് സ്റ്റാൻഡിലെ ഗതാഗതക്കുരുക്ക് പൂർണ്ണമായി ഒഴിവാക്കുന്ന രീതിയിലേക്കുള്ള സമീപന നഗരസഭ എന്ന രീതിയിൽ കൈക്കൊണ്ടിട്ടുണ്ട്. ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അവരെ ബസ് സർവീസ് നല്ല രീതിയിൽ നടത്താൻ വേണ്ട ഒരു സംവിധാനം ഒരുക്കുന്നതിൽ നഗരസഭ വേണ്ട ജാഗ്രത കാണിക്കുമെന്നുള്ളതാണ് ഇത് സംബന്ധിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന് അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീബ്ര ലൈനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോലീസ് സംവിധാനം ഏർപ്പെടുത്തണം എന്നുള്ളതാണ്. അത് പോലീസിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്ന് പോലീസ് അതിൻ്റെ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തിയും കുണ്ടും കുഴികളും നിറഞ്ഞ റോഡുകളും പൊതു ഇടങ്ങളിലെ അനധികൃത പാർക്കിങ്ങുമെല്ലാം കുരുക്കിന് ആക്കം കൂട്ടുന്ന കാരണങ്ങളാണ്. ഇതിൽ റോഡുകളുടെ കുഴി അടയ്ക്കാനും അനധികൃത പാർക്കിങ്ങിൽ നടപടിയെടുക്കാനുമെല്ലാം നഗരസഭയ്ക്ക് സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് ആവശ്യമായ വകുപ്പുകളെ ഏകോപിപ്പിക്കണം. പഴയ പ്രതാപവും പ്രൗഢിയും നഷ്ടപ്പെട്ട വടകരയെ ആളുകളിലേക്ക് ആകർഷിക്കാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യണം. കുരുക്ക് ഭയന്ന് ആളുകൾ നഗരത്തെ കൈയൊഴിഞ്ഞാൽ കാര്യങ്ങൾ വലിയ പ്രതിസന്ധിയിലേക്കാവും പോവുകയെന്നത് മറക്കാതിരിക്കുക. ഇത് മതിയോ? പാർക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,